എടി നിന്റെ പെണ്ണ് കാണാൻ വന്നിട്ട് എന്തായി? ഞാൻ പ്രൊസീഡ് ചെയ്തോളാൻ പറഞ്ഞു അച്ഛനോട്. നല്ല എടുക്കണം. ചെക്കൻ ബിസിനസ്സുകാരനല്ലേ? ഞാൻ നിന്റെ ഒരു ക്യാരക്ടറിനെ വിചാരിച്ചു നീ ഒരു ലവ് മാരേജ് ഒന്ന് ചാടുന്ന. ഓ ഞാനൊരു കാര്യം ചെയ്യട്ടെ, നമുക്ക് ചായ കുടിച്ചാലോ? നിനക്ക് നിന്റെ പാർട്ട്ണർ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവണമെന്നാണോ അതോ നിന്നെ സ്നേഹിക്കുന്ന ഒരാളാവണം എന്നാണോ? രണ്ടും വേണ്ടേ? പൈസ ഇല്ലാണ്ട് കാലത്ത് ജീവിക്കാൻ പറ്റത്തില്ല. ആ പൈസ മാത്രം മതിയോ? പൈസക്ക് പൈസ തന്നെ വേണം. കാജു, ഫൈനാൻഷ്യലി സെറ്റിൽ അല്ലാത്ത നിന്നെ സ്നേഹിക്കുന്ന ഒരാളെന്ന് നീ എന്ത് ചെയ്യും? അതൊക്കെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് പോലെ ഇരിക്കില്ലേ. എനിക്ക് എൻ്റെ കാര്യമൊക്കെ അറിയാലോ. എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഒരുപാട് കഷ്ടപ്പെട്ട വളർത്തിയത്. എൻ്റെ താഴെ ഇനി രണ്ടുപേരും കൂടെ ഉണ്ടേ, അവരുടെ കാര്യങ്ങൾ കൂടി ഞാൻ നോക്കണ്ടേ. എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഇങ്ങനെ ഒരാളെ കല്യാണം കഴിക്കുള്ളൂ എന്നുള്ളത്. ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാൽ പോലും ഇത്രയൊന്നും സ്റ്റേബിൾ ആവാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. കുറേ പൈസയുള്ള ഒരാളെ കാണുമ്പം നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ ചതിച്ചിട്ട് അയാളെ വിവാഹം കഴിക്കുന്നതിലും നല്ലതല്ലേ നമുക്ക് ചേരുന്ന നമ്മുടെ ഫാമിലി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളെ കല്യാണം കഴിക്കുന്നത്. പിന്നെ പൈസയ്ക്ക് വേണ്ടി മാത്രം ആവരുത്, അയാളെ സ്നേഹിക്കാൻ വേണം. നിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ശരിയാ, പക്ഷെ എനിക്ക് അങ്ങനെ ഒരാളെന്ന് സ്നേഹിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് കുറച്ചുകൂടെ എന്നെ മനസ്സിലാക്കണം. എന്നെ സ്നേഹിക്കുന്ന ഞാൻ നിന്നെ കുറ്റം പറഞ്ഞല്ല കേട്ടോ. അത് തന്നെയാണ് കുട്ടി ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും ഓരോരോ ചിന്താഗതിയാണ്. എൻ്റെ പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്നേഹോ എന്നാന്ന് വെച്ചാൽ കൊടുത്തിട്ട് പോരെ.